ഏവർക്കും വൃന്ദാവനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് 2024 മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന്റെ ഫലം തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. പൊതുവില് നല്ലൊരു വർഷം തന്നെയാവും. ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ഒത്തുചേരലുകളും കൂടിച്ചേരലുകളൊക്കെ ഉണ്ടാവാനുള്ള ഇടയുള്ള വർഷമാണ്. അതുപോലെ മാനസികമായിട്ട് കുറെ നാളുകളായിട്ട് വിഷമിച്ചിരുന്നവർക്കൊക്കെ സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങൾ വന്നിട്ടും. അതുപോലെ പൊതുവില് നമ്മൾ ഈ തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ ഇവരെ കുറിച്ച് ഒരു പേരുദോഷമുണ്ട്, അഹങ്കാരികളായിരിക്കും എന്ന് അല്ലെ. കാരണം ഇവരാരെയും അങ്ങനെ വകവെക്കില്ല. ഇവർക്ക് മനസ്സിൽ തോന്നുന്ന എന്തോ ഇവരതങ്ങ് ചെയ്യും. മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനോ അല്ലെ മറ്റുള്ളവരോട് ആശ്രയിച്ച് നിൽക്കാനൊന്നും ഇവർ പോകത്തില്ല. ഇവരാരുടെ മുമ്പിൽ സ്വന്തം ആത്മാഭിമാനം അടിയറ വെക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയും അഹങ്കാരി അല്ലെങ്കിൽ തൻ്റേടി അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു വാക്ക് ഇവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവിൽ വീണ് കിട്ടാറുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. കാരണം എന്താന്നല്ലേ, നമ്മുടെ ലൈഫിൽ അല്ലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും ഓരോ സ്വഭാവമുണ്ട്. അപ്പൊ അവരുമായിട്ട് അടുത്തിടപെടുന്നവർക്ക് മാത്രമേ ആ വ്യക്തി അഹങ്കാരിയാണോ പാവാണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലെ. മറ്റുള്ളവർ പറയും അഹങ്കാരിയാണ്, തൻ്റെടിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയും. ഓക്കെ, ആ കിട്ടിച്ച പട്ടം ഒന്നും നിങ്ങൾ കളയണ്ട. അത് നിങ്ങൾക്ക് എപ്പോഴും ലൈഫിനൊരു ഇതാണ്. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തിനാ പറയാൻ പോവുക. അതുകൊണ്ട് തന്നെ നമ്മളോട് ആരും അതൊന്നും പറയാൻ വരത്തില്ല, ശരിയല്ലേ. അപ്പോ അത് നമ്മൾ അഹങ്കാരി ആയതുകൊണ്ടോ തൻ്റെട് ആയതുകൊണ്ടോ ഒന്നും അല്ല അങ്ങനെ വരിക. പൊതുവിൽ നമ്മൾ വളരെ നല്ല മനസ്സുള്ളവരും വളരെ എളിമയുള്ളവരും ഒക്കെ തന്നെ. പക്ഷെ എന്നാലും പൊതുവിൽ ആരെയും അങ്ങനെ വകവയ്ക്കാറില്ല. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു, ആവശ്യമുള്ളവരെ കൂടുന്നു, ഇതൊക്കെയുള്ളൂ. പിന്നെ ആരെയും കൂടെ നിർത്താനുള്ള വാക്വിലാസം അല്ലെങ്കിൽ വാക്ചാതുര്യമുള്ളവരായിരിക്കും ഇവര്. ഇവർക്ക് പ്രത്യേക ഒരു ശത്രുവിനെ കണ്ടാൽ പോലും ഇവർ വളരെ തന്മയത്വത്തോടു കൂടി സംസാരിച്ച് എന്നോട് ഇത്രയും സ്നേഹം ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിൽ സംസാരിച്ച് കൂടെ നിർത്താൻ കഴിവുള്ളവരാണ് തിരുവോണം നക്ഷത്രക്കാര്. പൊതുവിൽ കൗശലക്കാർ തന്നെയാണ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ഈ വർഷം പൊതുവില് നമുക്ക് നല്ല സമയം തന്നെയാണ്. എന്നാലും രോഗാവസ്ഥകൾ, ഭക്ഷണ കാര്യങ്ങളിലുള്ള അശ്രദ്ധ മൂലം രോഗാവസ്ഥകൾ പിടിപെടാം, മാനസികമായ ക്ലേശങ്ങൾ ഉണ്ടാവാം, ധനനഷ്ടത്തിനുള്ള യോഗം ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല വഴികളും നമുക്ക് ഒരുങ്ങി വരാനുള്ള ഇതുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം ക്ലേശിക്കുന്നവര് അല്ലെങ്കിൽ ധനപരമായിട്ട് ക്ലേശം അനുഭവിക്കുന്നവർക്ക് നല്ല രീതിയിൽ കഠിന അധ്വാനം ചെയ്താൽ സാമ്പത്തികമായിട്ട് ഉയർന്നു വരാവുന്നതേ ഉള്ളൂ കേട്ടോ. മനസ്സിന് എപ്പോഴും സന്തോഷം നിറയ്ക്കാൻ സന്താനങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ ആയിട്ടൊക്കെ കൂടുതൽ ഇടപഴകുന്നത് നിങ്ങളുടെ ടെൻഷനൊക്കെ കുറയ്ക്കും. ഒരു പരിധി വരെ സമാധാനം ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവും, സന്തോഷം ഉണ്ടാക്കും. അതുപോലെ എപ്പോഴും നല്ല സുഹൃത്ത് വലയുണ്ടാവും. ആ സുഹൃത്ത് വലയത്തിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും. ഒരുപക്ഷെ സ്വജനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ സപ്പോർട്ട് നമുക്ക് സുഹൃത്ത് വലയത്തിൽ നിന്നായിരിക്കും കിട്ടുക. അതുപോലെ വിവാഹമൊക്കെ വൈകി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ ജോലി കാര്യങ്ങളിലൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള യോഗങ്ങളുണ്ട്. മനസ്സിന് ഒരുപാട് നാളുകളായി അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാവുന്ന വർഷമായിരിക്കും. അതുപോലെ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. ദൂരദേശങ്ങളിലൊക്കെ കഴിയുന്നവർക്ക് നാട്ടിൽ വരാനും അതുപോലെ നാട്ടിൽ നിൽക്കുന്നവർക്ക് വിദേശത്ത് പോകാനും ഒക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ്. പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വസ്തുലാഭം. അതായത് ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വാങ്ങാനും വീട് വയ്ക്കുന്നതിനും അല്ലെ വീട് വാങ്ങുന്നതിനും വാഹനം സ്വന്തമാക്കുന്നതിനും ഒക്കെയുള്ള ഒരവസരം അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഒരു യോഗമുള്ള സമയമാണ്. പൊതുവിൽ എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയും നല്ല സൽപ്പേരും പ്രശസ്തിയും ധനനേട്ടവും ഒക്കെ ഉള്ള ഒരു സമയം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ കഠിന അധ്വാനത്താൽ നഷ്ടപ്പെട്ട മുതലൊക്കെ തിരിച്ചു പിടിക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ രോഗകാര്യങ്ങളിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിസ്സാരമെന്ന് കരുതി നമ്മൾ തള്ളിക്കളയുന്ന പലതും നമ്മളെ പിടിച്ചിരുത്തുന്ന അവസ്ഥയിലേക്കൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. പൊതുവിൽ സമാധാനം ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഞ്ഞു അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും ഒഴിവാക്കാനാവില്ല.
അതുപോലെ ധനപ്രാപ്തി, സുഖവൃദ്ധി, അതുപോലെ തന്നെ സമാധാനം, സന്തോഷം, ഐശ്വര്യം, പേര്, പ്രശസ്തി, പുരസ്കാരം, അംഗീകാരങ്ങളൊക്കെ കിട്ടും കേട്ടോ. അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.